എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഷംനാദ് അബ്ദുൾ റഹീം. ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേറൊന്നുമല്ല. കാര്യം ഈ വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല എന്നുള്ളതാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാനിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് തഴവ ആദിത്യവിലാസം ഹൈസ്കൂളാണ്. ഞാനിവിടെ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഈ ഒരു സ്കൂളിലായിരുന്നു. എൻ്റെ ഫാദർ ഇവിടുത്തെ അധ്യാപകനും. ഇന്ന് ഇവിടെ പൂർവ്വ അധ്യാപക സംഗമം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദറിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. അക്കൂട്ടത്തിൽ എൻ്റെ പഴയ അധ്യാപകരെയും എൻ്റെ ഫാദറിൻ്റെ സഹപ്രവർത്തകരെയും ഒക്കെ കാണുവാനിടയായി. അവരുമായിട്ടൊക്കെ സന്തോഷം പങ്കുവെക്കാനും പഴയ ഓർമ്മകൾ പുതുക്കുവാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള അധ്യാപകരുടെ എല്ലാവരുടെയും ഒന്നും വോയിസ് നമുക്ക് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാനോ വേണ്ട രീതിയിൽ ഷൂട്ട് ചെയ്യാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. കാര്യം ഞാൻ എക്യുപ്ഡ് അല്ലായിരുന്നു. ഇതിപ്പോൾ എൻ്റെ വണ്ടിയിൽ കിടന്ന ഒരു ട്രൈപോഡും ഈ ഒരു മൈക്കും എൻ്റെ മൊബൈൽ ക്യാമറയും വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ തീർച്ചയായും ഉണ്ടാകും. ഞാൻ പറഞ്ഞതുപോലെ ചില ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കവറേജ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് ബാക്കിയുള്ള അധ്യാപകർക്കും ഇന്നത്തെ പ്രോഗ്രാമിൽ എത്തിപ്പെടാൻ പറ്റാതെ പോയ അധ്യാപകർക്കും പൂർവ്വകാല വിദ്യാർത്ഥികൾക്കും അവർക്കിത് കാണാനുള്ള ഒരു വേദി നമ്മൾ ഒരുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അസാധാരണമായ ഒരു വീട്ടമ്മയാണ്, അസാധാരണയായ ഒരു ഭാര്യയാണ്, അസാധാരണയായ ഒരു മുത്തശ്ശിയാണ്. കൊച്ചുമക്കൾ തന്നെ വിവാഹപ്രായത്തിൽ നിൽക്കുന്നു. അത്തരത്തിലൊക്കെ ഈ നാടിൻ്റെ വിളക്ക് എന്ന് ഞാൻ പറയുന്നതിന് അതിൽ ഒരു നല്ല വീട്ടമ്മയായിട്ടാണ് ഞാൻ സംഭവക്കുട്ടി സാറിനെ കാണുന്നത്. ഒരു ഗൃഹം നയിക്കുവാൻ വളരെ പ്രാപ്തിയായിരിക്കണം ആ വീട്ടമ്മ. എങ്കിൽ മാത്രമേ എത്ര സാമൂഹ്യ പ്രവർത്തകയായാലും സ്വന്തം വീടിനെയാണ് പ്രധാനമായും പരിചരിക്കേണ്ടതും ശുശ്രൂഷിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും. ആ തരത്തിൽ A ക്ലാസ്, അതായത് A+ നേടിയിരിക്കുകയാണ് സംഭവക്കുട്ടി സാറ്. ആ കാര്യത്തിൽ യാതൊരു പക്ഷാന്തരവുമില്ല. സംഭവക്കുട്ടി സാറിൻ്റെ ആ ഗ്രഹാതുരത്വം മാതൃകയാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ടീച്ചറെ ആദരിക്കുവാൻ വേണ്ടി അവതരിപ്പിച്ചു. അടുത്തത് ബഹുമാനായ ത്യാഗരാജൻ സാറാണ്. ത്യാഗരാജൻ സാറും അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയാണ്, അതായത് ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിളക്കാണ്. അദ്ദേഹം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തതിനേക്കാൾ കൂടുതൽ ശിക്ഷിക്കണമെങ്കിലെ ട്യൂട്ടോറിയൽ പ്രസ്ഥാനത്തിൽ സമ്പാദിച്ചിട്ടുള്ള ഒരു അധ്യാപക ശ്രേഷ്ഠനാണ്. എടുത്തു പറയട്ടെ, നമുക്കൊരു ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുന്നത് ആരാ സാറേ? ഒരു വൈസ് ചാൻസലർ അല്ലെങ്കിൽ പരീക്ഷാ കൺട്രോളർ. പക്ഷേ ഈ ഒരു പ്രസിഡന്റ് സ്കൗട്ട് എന്ന് പറയുന്ന കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഒപ്പിടുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഒരു സർട്ടിഫിക്കറ്റ് ഒരു യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്യുന്ന അവിടുത്തെ പരമോന്നതാധികാരിയായ VC ഗവർണറേക്കാൾ എത്രയോ വലുതാണ് ഇന്ത്യൻ പ്രസിഡന്റ് കയ്യൊപ്പ് വെച്ചാണ് ഒരു വിദ്യാർത്ഥിക്ക് രാഷ്ട്രപതി സ്കൗട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അങ്ങനെ എത്രയോ പേരെ അത്തരത്തിൽ പ്രാപ്തനാക്കിയിട്ടുള്ള, ഇപ്പോൾ അവശനാണ് എന്ന് കാണുന്നു, എങ്കിലും പ്രായത്തിൽ അത്രയധികം ഒന്നും ആയിട്ടില്ല. സിവിൽ സാറിനേക്കാൾ ഇളയതായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു, അല്ലേ? ശരി. സാറിൻ്റെ എല്ലാവിധമായ വരുംകാല ജീവിതം സൗഭാഗ്യത്തോടെ ആയിരിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിൽ സാറിനെ ആദരിക്കുവാൻ നമ്മുടെ റിട്ടയർഡ് DD ആണ് ആദരിക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്തോ വേണം സാറേ? അത് നിങ്ങൾ ഈ കാണുന്ന ഈ വലിയ ഗ്രന്ഥം കേരള ചരിത്ര ഗവേഷണ കൗൺസിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ബൃഹത് ഗ്രന്ഥമാണ്. മലയാള ഭാഷയ്ക്ക് സമ്പന്നമായിട്ട് എടുത്തു കാണിക്കാവുന്ന കേരളത്തിലെ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന പുസ്തകം.
ഈ പുസ്തകത്തിൽ ഉള്ള ഈ പഴഞ്ചൊല്ലുകൾ ഏറെക്കുറെ 500-നടുത്ത് പഴഞ്ചൊല്ലുകളുണ്ട്. അപ്പോൾ നോക്കണം, നമ്മൾ പറയല്ലോ ഈ പഴഞ്ചൊല്ലുകളുടെ കാര്യമൊക്കെ നമ്മൾ പറയും, വളരെ അർത്ഥസമ്പൂർണമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പഴഞ്ചൊല്ലുകളിൽ വരിക. അവരുടെ പ്രസ്ഥാനമാണ് ഈ ചരിത്ര ഗവേഷണ കൗൺസിൽ എന്ന് പറയുന്നത്. ആ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നതിന് ഏറ്റവും വലിയ സംഭാവന ചെയ്ത വ്യക്തികളിൽ ഒരാളാണ് സൗദാമിനി ടീച്ചർ. അതൊരു പക്ഷേ നമ്മളെല്ലാവരും അറിയത്തില്ല. ഇതിൽ നമ്മുടെ കേരളത്തിലെ വളരെ പ്രസിദ്ധരായിട്ടുള്ള വളരെയധികം ശാസ്ത്ര പണ്ഡിതന്മാർ സംഭാവന ചെയ്തതിൻ്റെ പേരിലാണ് ഈ ഗ്രന്ഥം ഉണ്ടായത്. ആ കൂട്ടത്തിൽ ഈ ലിസ്റ്റിൽ 190-ാമത്തെ സീരിയൽ നമ്പറിൽ പെട്ടിട്ടുള്ളത് സൗദാമിനി ടീച്ചറാണ്. നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമാണ്. ഈ ഒരു മഹത്തായ വിജയം നേടിയതിൽ ടീച്ചറെ അഭിനന്ദിക്കുന്നു. നമ്മുടെ ഈ എളിയ സ്വീകരണം ഏറ്റുവാങ്ങിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ടീച്ചർക്ക് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു അവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ സൗദാമിനി ടീച്ചറ്, നൂർജഹാൻ, ഹസീന ടീച്ചറ്, ഇവരെ ഏറ്റവും കൂടുതൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടുകൂടി അഭിനന്ദിക്കുന്നു. ഇവരെന്ന് പറയുമ്പോൾ എത്രമാത്രം ഇതിൽ പണിപ്പെട്ടാണ് നമ്മളെ എല്ലാം ഇവിടെ ഈ വയസ്സന്മാരെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. ഈ നമ്മുടെ ഈ മീറ്റിംഗ് യാഥാർത്ഥ്യമായതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. ലക്ഷ്മിക്കുട്ടി ടീച്ചർ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ച് പേര് വിളിച്ചാൽ വരുന്ന ഞങ്ങൾ കുറച്ച് പേര്, ഞാൻ, രാധാകൃഷ്ണപിള്ള സാറ്, രാജൻ സാറ്, ഹസീന, ലാലമ്മ, സി രാജേന്ദ്രൻ സാറ്, പി കെ രാജൻ സാറ്, ഇവരാണ് മിക്കവാറും എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ട് വിളിച്ച്. എല്ലാവരും വരാൻ താല്പര്യപ്പെട്ടെങ്കിലും അങ്ങനെ ആരും വരാറില്ല, മെനക്കെടാറില്ല. ഞങ്ങൾ സ്വന്തം വീട് പോലെ ടീച്ചറിൻ്റെ വീട്ടിൽ ഒത്തുകൂടാറുണ്ട്. അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഇന്നത്തെ മീറ്റിംഗ്. അങ്ങനെ യാദൃശ്യമായിട്ടാണ് ടീച്ചർ ഈ ബുക്കിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇത് സാറ് പറഞ്ഞതുപോലെ മഹത്തായ ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം എൻ്റെയും ഞങ്ങളുടെ ലേഡീസിൻ്റെ ഒക്കെ ഉള്ളിലുണ്ടായെങ്കിലും അതിനൊരു ക്ലാരിറ്റി തന്നത് ഇവരാണ്, സി രാജേന്ദ്രൻ സാറും രാധാകൃഷ്ണപിള്ള സാറും. അങ്ങനെ ഒരു ചെറിയ ഉപഹാരം നമ്മുടെ വക ടീച്ചർ അറിയാതെ, ടീച്ചർ ഇപ്പോഴാണ് അറിയുന്നത്, ടീച്ചർ അറിയാതെ സംഘടിപ്പിച്ചതാണ്. അതിനു മുമ്പ് ടീച്ചറെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ ടീച്ചർ ഉള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു അസാധാരണ പ്രതിഭയാണ് ടീച്ചർ. എങ്ങനെ എത്ര പറഞ്ഞാലും ടീച്ചറിൻ്റെ മഹത്വം നമുക്ക് വാക്കുകളിൽ കൂടെ പറയാൻ പറ്റത്തില്ല, എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഈ ഉപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ശ്വേതി സാറിനെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഈ ഒരു മൊമെന്റം അഞ്ച് വർഷങ്ങളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് വീട്ടിൽ വന്നിട്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് ബോയ്സിൽ നിന്ന് എല്ലാ യൂത്ത് ഹോസ്റ്റലിനും ഡിസ്ട്രിക്ട് വരെ ഫസ്റ്റ് പോയിന്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു പ്രധാന പോയിന്റ് ഇത്തവണ ഒരു പോയിന്റിനാണ് ഓവറോൾ കിട്ടിയത്. അക്ഷരശ്ലോകത്തിന് എനിക്കിപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു എന്താണെന്ന് അറിയാമോ, ഇനിയെങ്കിലും ഇത് ആരെങ്കിലും ഒന്ന് പഠിച്ചു എന്നോട് കൂടി ഇതൊക്കെ അങ്ങ് പോകാതിരിക്കണമല്ലോ എന്നൊരു തോന്നൽ വന്നിട്ടാണ് ഈ ദശരഥൻ്റെ പുത്രൻ്റെ കാര്യം അതും ഇതുമൊക്കെ ഒന്ന് പറഞ്ഞത് കേട്ടോ. അത്രയെങ്കിലും എനിക്ക് അതിനൊരു ബഹിസ്ഫുരണം ഉണ്ടായല്ലോ എന്നുള്ള ഒരു സമാധാനം. ഇനി സന്ദർഭം പോലെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഒരുപാട് കഥകളും ഒക്കെ പറയാനുണ്ട്. അതൊക്കെ നമുക്കിപ്പം വൈകിയ വേളയാണ്, ആഹാരം വരാറായി. വന്നോ എന്നറിഞ്ഞില്ല. അതിനു മുമ്പ് 2 മിനിറ്റുകളിൽ ആർക്കെങ്കിലും ആശംസ പറയാനുണ്ടെങ്കിൽ പറയാം. ജയൻ സാറ് വന്നതിനും ത്യാഗരാജൻ സാറും മറ്റേ നമ്മുടെ ശിവപിള്ള സാറും വന്നതിനും ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ വിളിച്ച ഉടനെ പറഞ്ഞ് വരാം, മഴയല്ലെങ്കിൽ ഞാൻ വരാമെന്ന്. പിന്നെ അങ്ങനെ ദൂരേന്ന് നമ്മുടെ DD സാറ് എത്ര ദൂരേന്നാണ് വരുന്നതെന്നറിയാമോ, ഞാൻ വിളിക്കുമ്പോഴൊക്കെ പറയും ഞാൻ വരാം സാറ്. അങ്ങനെ എല്ലാവരും തന്നെ നമ്മുടെ പ്രസന്നകുമാരി പണ്ട് ഇവിടെ വിട്ട് പോയതാ. നമ്മളാണ് ആദ്യം തുടങ്ങിയത്. പൂർവ്വ അധ്യാപക സംഘടന ഉണ്ടാക്കിയത് ആദ്യം നമ്മളിവിടെ AVHSലാണ്. വാസുദേവപിള്ള സാറായിരുന്നു അന്ന് പ്രസിഡന്റ്. മരിച്ചു പോയി 1 വർഷം സാർ ഇരുന്നോളൂ. 5ാം വർഷം തൊട്ട് ഞാനിങ്ങനെ പോന്നു. അപ്പോൾ എന്നാൽ ആരെങ്കിലും
2 മിനിറ്റിൽ കഴിയാതെ ഒരാശംസ പറഞ്ഞാൽ കൊള്ളാം, ലക്ഷ്മിക്കുട്ടി പറഞ്ഞതുപോലെ. എല്ലാ ഗുരുശ്രേഷ്ഠർക്കും നമസ്കാരം. എല്ലാവരെയും കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. സൗദാമിക ടീച്ചറിന് ഒരുപാട് ആശംസകളും പിന്നെ എന്തുവാ ഇതൊക്കെ ആദരവുകളും ഒക്കെ കിട്ടി. അതിലേറെ സന്തോഷം. ടീച്ചർ എപ്പോഴും എന്നെ വിളിക്കും ഈ എക്സിക്യൂട്ടീവ് യോഗം കൂടുന്നതിന് വരാൻ. എനിക്ക് യോഗത്തിനൊന്നും വരാൻ സൗകര്യമില്ല, എന്നാലും ഞാൻ എപ്പോഴും പറയും ടീച്ചറെ കൂടണം നമുക്ക് എല്ലാവരെയും ഒന്ന് കാണാമല്ലോ. കാണാൻ പറ്റിയത് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ കൂടുതൽ വരണം. ലക്ഷ്മിക്കുട്ടി ടീച്ചർ പറഞ്ഞ രീതി വരാത്തവർ അസൗകര്യം കൊണ്ട് വരാത്തവർ കാണുമായിരിക്കാം, പക്ഷേ മനഃപൂർവ്വം വരാതിരിക്കുന്നവരെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമില്ല. നമ്മളെയൊക്കെ കാണണമെന്നോ സ്നേഹം പങ്കുവെക്കണമെന്നോ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലേ അവർ വരാതിരിക്കുന്നത്. സൗദാമിക സാറ് ഒരു പ്രത്യേക വ്യക്തിയാണ്, ഒരു വ്യക്തിത്വമാണ്. 2 മിനിറ്റ് കൊണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല, അത് ഞാൻ പറഞ്ഞേക്കാം. ആരും തുകയും ചെയ്തില്ല. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ സൗദാമിക സാറിനെ കുറിച്ച് എനിക്ക് തോന്നുന്ന ഒരു അനുഭവം, കാർമേഘ പടലങ്ങൾക്കിടയിൽ ഒളിഞ്ഞു കിടന്ന ചന്ദ്രിക അതിൽ നിന്ന് തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ മനസ്സിന് എന്ത് പ്രതീതിയാണ് ഉണ്ടാകുന്നത്, അനുഭവവിശേഷമാണ് ഉണ്ടാകുന്നത്. ആ ഒരു അനുഭവവിശേഷമാണ് ഇപ്പോൾ സൗദാംബിക സാറിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യം. നിലനിന്നു കാണുവാൻ കൈതൊഴുന്നേ. ഉണർവായി ഉണ്മയായി നന്മയായി എന്നെന്നും നിലനിന്നു കാണുവാൻ കൈതൊഴുന്നേ. നിഴിപൂട്ടി നിൽക്കണമൊട്ടു നേരം ഈ അറിവി. ഒരു കാര്യം ഞാൻ വളരെ ആത്മാർത്ഥമായി ശ്രദ്ധിക്കുന്ന അന്നായിരുന്നു പള്ളിക്കൂടം. കുറ്റാട് മഹത്വം എന്ന് പറയുന്നതുപോലെ ABPHSന്റെ മഹത്വം അന്നായിരുന്നു. വളരെ നമ്മളൊക്കെ ഇരുന്ന ആ കാലഘട്ടത്തിലായിരുന്നു. ഇവിടെ വന്നില്ലെങ്കിൽ അത്രമാത്രം നഷ്ടമായി പോകുന്നത്. ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഇവിടെ ആദരിക്കപ്പെട്ടവരെയും എൻ്റെ സന്തോഷം അറിയിക്കുന്നു. കാരണം നാളെ ഇനി ഇപ്പോൾ ഒരുപാട് പേരൊക്കെ വയസ്സായവരൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഇനി എന്നാ വയസ്സാകുന്നതെന്ന് അറിയാൻ വയ്യ. ഞാൻ PTA പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് ഈ പൂർവ്വ അധ്യാപക സംഘടനയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും. അപ്പോൾ അന്ന് മുതൽ ഇത് രൂപീകരിച്ചതിൻ്റെ പേരിലായിരിക്കാം എന്നെ കൂടി ഈ ഒരു സംഭവത്തിന് വർഷത്തിലൊരിക്കൽ കൂടുന്ന ഇതിൻ്റെ ഒരു മീറ്റിങ്ങിൽ എന്നെ കൂടി വിളിക്കുന്നുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ പൂർവ്വ അധ്യാപകരെയും എന്നെ പഠിപ്പിക്കാത്ത ഒരുപാട് അധ്യാപകർ ഇതിനകത്തുണ്ട്, കൂടുതലും അത് തന്നെയാണ്. അപ്പം എല്ലാവരെയും ഒന്ന് കാണുവാൻ കിട്ടുന്ന ഒരു വലിയൊരു അവസരം. അപ്പൊ അങ്ങനെ ആ പഴയ കാലഘട്ടത്തിന്റെ ഓർമ്മ നിലനിർത്തുവാൻ കഴിഞ്ഞത് ഏറ്റവും വലിയൊരു സന്തോഷമായി കരുതുന്നു. പിന്നീട് ഇങ്ങോട്ട് ഞാൻ PTA പ്രസിഡന്റായ ഒരു 3-4-5 കൊല്ലം ഞാനിവിടെ ഉണ്ടായിരുന്നു. അതുപോലെ LPSന്റെ PTA പ്രസിഡന്റായിട്ടും ഞാനൊരു 4 കൊല്ലോളം 8 കൊല്ലത്തോളം അവിടെ PTA കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ട്യൂട്ടോറിയൽ അധ്യാപകനായിരുന്നു. ട്യൂട്ടോറിയൽ നടത്തിയിട്ടുണ്ട്. തൊടിയൂരിൽ വിദ്യാപീഠം എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണെന്ന് കൃഷ്ണൻ നായർ സാറിനെ അവിടെ വെച്ചാണ് എനിക്ക് കൃഷ്ണൻ നായർ സാറുള്ള പരിചയം. അതിനുശേഷം ഞാൻ ദഴവായിൽ വന്നു, ഓറിയോൺ അക്കാദമിയുടെ പ്രിൻസിപ്പാളായി. ഇപ്പൊ ഞാൻ തൊടിയൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു ചെറിയ ജോലി നോക്കി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ എന്നെ ഇങ്ങനെ വിളിക്കുവാൻ തോന്നിയ ആ ഒരു നല്ല മനസ്സിന് ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു. സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ ഒരു പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. മഹത്തായ ഈ സ്നേഹ കൂട്ടായ്മയിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ചാരിതാർത്ഥ്യവും ഞാൻ അറിയിക്കുകയാണ്. കാരണം വ്യക്തിപരമായി എനിക്ക് എല്ലാവർക്കും വ്യക്തിപരമായ കാര്യങ്ങളാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഈ വാർദ്ധക്യകാലത്ത് ഓർമ്മിക്കാനുള്ളത്. കാരണം എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു വിദ്യാലയമാണിത്. എൻ്റെ സർവീസിൻ്റെ തുടക്കവും ഹ്രസ്വമായ കാലയളവിലുള്ള അധ്യാപന ജീവിതവും ജീവിതത്തിൽ ഒരു വ്യക്തിക്ക്
അനുഭവവേദ്യമാകുന്ന സാരോദ്ധായ ജീവിത സന്ദർഭങ്ങളുമൊക്കെ എനിക്ക് നൽകിയത് ഈ മഹത്തായ വിദ്യാലയമാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വിളിച്ചാലും വരാൻ കഴിയുന്ന സന്ദർഭമാണെങ്കിൽ വരും. ഓരോ വർഷം കഴിയും തോറും നമ്മളിൽ നിന്ന് ഓരോ ദളങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാടിയിരുന്ന പഴങ്കഥ പാട്ടുകൾ പാൽപ്പുഴം വല്ലോ ചേരിട്ടിനല്ല. വൃത്തവ്യവസ്ഥയില്ല, അക്ഷരശുദ്ധിയില്ല, ഭഗവതിയില്ലെന്നാകിലും ആരാര്യ കൊള്ളിക്കിള്ളി ഗീതമാരോമൽ പങ്കിളി കൊഞ്ചൻ പോലെ മാരായ കൂട്ടിനാൽ നൊന്തു ഞാരങ്ങിക്കൊണ്ടോരോരോ വീടോല തന്നില്ല. ദുർഗതി വന്നിട്ടില്ല കൃതിക്കാളുകൾ സന്തതം നെഞ്ചെത്തിയിലാടിക്കയാ. നിങ്ങളെ കാണാനും കേൾക്കാനും കഴിഞ്ഞതിൽ ഏറ്റവും വലിയ സന്തോഷം അത് ഒരിക്കലും മറക്കത്തില്ല. ഇതുപോലുള്ള കൂട്ടായ്മകൾ തുടർന്ന് ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. കാര്യം ഇടയ്ക്ക് കാണാനും നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ കഴിയുമല്ലോ എന്ന ആ കൗതുകമാണ് എൻ്റെ മനസ്സിൽ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സംഭാഷണത്തിന് വേണ്ടി ആയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കരുതിയിട്ടില്ല. ഇപ്പോൾ ഈ അവസരത്തിൽ തോന്നിയ എൻ്റെ മനസ്സിൻ്റെ ഭാവം മാത്രം ഞാൻ പ്രകടിപ്പിക്കുന്നതേ ഉള്ളൂ. നന്ദിയും നമസ്കാരവും. അവരുത്തിടും അപ്പാവണ വിറ്റിടും കടയേതെന്നമ്മയ്ക്കറിഞ്ഞുകൂടെ. അതുപോലെ ഒന്നമ്മ തിരുവോണപ്പുടവയായി അരുമ മകൾക്കു തരികയില്ലേ. പുലരിയോടൊത്തെന്നും പൂന്തോപ്പിലെത്തുന്ന പൂമ്പാറ്റ കുഞ്ഞുങ്ങളെന്തു ചന്തം. ടീച്ചറിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഇന്നും അന്നും എന്നുമെല്ലാം മാതാപിതാക്കളുടെ ഒരു സ്ഥാനം കൊടുക്കില്ല. എനിക്കൊരു പ്രത്യേക അനുഭവങ്ങളുണ്ട്. ഞാനിവിടെ ഉള്ള കാലം ഉണ്ടായിരുന്ന അധ്യാപകർ തന്നെ അല്ലേ. അതിൽ വളരെ കുറച്ച് പേരെയുള്ളൂ ഞാൻ വന്നതിന് ഉടനെ പോയത്. സാറൊക്കെ അന്നുണ്ട്. ഇല്ലാത്തവരാരും തന്നെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം പ്രസന്ന ടീച്ചർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 മീറ്റിങ്ങിൽ ഞാനിങ്ങനെ നോക്കി, ടീച്ചർ വരുന്നോ നോക്കിയിരുന്ന് തുടക്കത്തിലെ ടീച്ചർ വന്നു. അതൊരു ഭയങ്കര സന്തോഷമാണ്. ടീച്ചറിനെ കാണാൻ പറ്റും. ഇതുമായിട്ട് ഒത്തുകൂടി ഒത്തിരി ഉള്ള സമയം നല്ലതായിട്ടിരുന്ന് കഴിഞ്ഞു പോയത്. നേരം ഈ അറിവിൻ അക്ഷരപ്പൂങ്കാവനത്തിൽ മിഴിപൂട്ടി നിൽക്കനാമൊട്ടു നേരം ഈ അറിവിൻ അക്ഷരപ്പൂങ്കാവനത്തിൽ. എല്ലാവർക്കും കൂടെ കാണാനും സന്തോഷിക്കാനുമുള്ള അവസരം ഉണ്ടാക്കി തന്ന ആൾക്കാർക്ക് ഞാൻ ആദ്യം നന്ദി പറയും. പിന്നെ ഈ ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടിയതിൽ കുറച്ച് ആളുകൾ വരാനുണ്ട്. പല കല്യാണങ്ങളും പല അസൗകര്യങ്ങളും കാണുമെന്ന് നമ്മൾ കുറ്റം പറയുന്നില്ല. എങ്കിലും ഇവർക്ക് ഇന്ന് വന്നു കണ്ട ഇവർക്കും നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഈശ്വർ ആയുസ്സും ആരോഗ്യവും പോലെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വർഷവും കാണാൻ തളിരിട്ടു തളിരിട്ടു തളരാതിരിക്കുവാൻ കൈകൂപ്പി നിൽക്കനാമൊട്ടു നേരം അറിവിന്നമൃതം നുകർന്നിടുവാനിൻ അകമേ നീ എന്നും തെളിഞ്ഞിടണേ. അറിവിന്നമൃതം നുകർന്നി
ഈ ഒരു സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേർന്നപ്പോൾ 1990 കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു സ്കൂൾ ഓപ്പണിങ്ങിന് എത്തിച്ചേർന്ന 5ാം ക്ലാസ്സുകാരനെയാണ് എനിക്ക് ആദ്യമായി ഓർമ്മ വന്നത്. അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. അന്നത്തെ ഒട്ടുമിക്ക ബിൽഡിങ്ങുകളും ഇന്നില്ല. ഇന്നിപ്പോൾ എല്ലാം പുതിയതായി പണി കഴിപ്പിച്ചിട്ടുള്ള ബിൽഡിങ്ങുകളാണ് കൂടുതലും ഉള്ളത്. പഴയ ഓർമ്മകൾ നിലനിർത്താൻ എന്ന വണ്ണം പഴയ ബിൽഡിങ്ങുകളുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം പൊളിച്ചു മാറ്റി പുതിയ നിർമ്മിതികളാണ് ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് ഈ ഒരു സ്കൂളുമായിട്ടുള്ള ബന്ധം എന്നത് ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വകാല വിദ്യാർത്ഥി എന്നുള്ളതിലുപരിയായിട്ട് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അധ്യാപകൻ്റെ മകൻ കൂടിയാണ്. 1978 മുതൽ 2004 വരെ ഇവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള മാത്സിലെ അധ്യാപകനായിട്ടുള്ള റഹീം സാറിൻ്റെ മകനാണ് ഞാൻ. ആയിരത്തി 1990 കാലഘട്ടങ്ങളിൽ ഈ ഒരു സ്കൂളിൽ എൻ്റെ ഫാദറിനോടൊപ്പം ഞാൻ വന്നുകൊണ്ടിരുന്നത് അന്നൊരു സൈക്കിളിലാണ്. എൻ്റെ ഫ്രണ്ടിൽ വെച്ച് ചവിട്ടിയാണ് എൻ്റെ വാപ്ഷ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. അത് ഒരു 3 സ്പീഡ് ഇംഗ്ലണ്ട് റാലിയായിരുന്നു. അപ്പോൾ ഈ ഒരു സ്കൂൾ അങ്കണത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ പഴയ ഒരുപാട് നല്ല ഓർമ്മകളാണ് തിരിച്ചു കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം AVHS ബോയ്സ് സ്കൂളും അവിടുത്തെ പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും അവർക്ക് വേണ്ടിയിട്ടാണ് ഇതിന് നമ്മൾ മുൻഗണന നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി എത്തുന്നത് വരെ ഷംനാദ് അബ്ദുൾ റഹീം സൈനിങ് ഓഫ്.